2018 മലയിടിച്ചിലിൽ തകർന്ന മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ പുനർനിർമ്മാണത്തിനായുള്ള മണ്ണ് പരിശോധന തുടങ്ങി. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ജിയോ ടെക്നിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മണ്ണ് പരിശോധന നടത്തുന്നത്. 2018 പ്രളയത്തെ തുടർന്നുണ്ടായ മലയിടിച്ചിലിലാണ് മൂന്നാർ ഗവൺമെന്റ് ആർട്സ് കോളേജ് കെട്ടിടം പൂർണ്ണമായും തകർന്നത്. വീണ്ടും മലയിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കോളേജ് നിലനിന്നിരുന്ന സ്ഥലത്ത് പുനർനിർമ്മാണം അസാധ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി ബജറ്റ് ഹോട്ടൽ, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ ഭൂമിയും സമീപത്തെ റവന്യൂ ഭൂമിയും ചേർന്ന് 20 ഏക്കർ സ്ഥലം കണ്ടെത്തിയത്. ഇവിടെ മണ്ണ് പരിശോധന ആദ്യഘട്ടം നടത്തിയിരുന്നെങ്കിലും പിന്നീട് കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല. ഇത് വ്യാപക പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. തുടർന്നാണ് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ജിയോ ടെക്നിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധന നടത്തുന്നത്. 2018 പ്രളയത്തിൽ തകർന്ന മൂന്നാർ ഗവൺമെന്റ് കോളേജ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് ഇടുക്കി DTPCയുടെ കീഴിലുള്ള മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ബജറ്റ് ഹോട്ടലിലും അതേപോലെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വർക്ക്ഷോപ്പ് കെട്ടിടത്തിലുമായിട്ടാണ്. നിലവിൽ കോളേജിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. അതിനു വേണ്ടിയിട്ട് നിലവിൽ പരിഗണനയിലുള്ള സ്ഥലം മൂന്നാർ DTPC കെട്ടിടത്തോട് ചേർന്നിട്ടുള്ള പ്രദേശവും എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭൂമിയും അതേപോലെ ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമിയും ഉൾപ്പെടെയുള്ള 20 ഏക്കറോളം സ്ഥലമാണ് നിലവിൽ ഇതിനു വേണ്ടിയിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തുള്ള സോയിൽ ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ജിയോ ടെക്നിക്കൽ വിങ്ങാണ് ഈ സോയിൽ ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നത്. കോളേജ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് CPM, CPI പരസ്പരം പഴിചാരി സമരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കോളേജിന് സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും നിരവധി തവണ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. നിലവിൽ കോളേജ് പ്രവർത്തിക്കുന്നത് DTPCയുടെ ബജറ്റ് ഹോട്ടലിലാണ്. മണ്ണ് പരിശോധന ആരംഭിച്ചതോടെ കോളേജിന്റെ പണികൾ വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും.